ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ നമ്മൾ ലോങ് വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറേ നാളായി. സോ അപ്പം ഞാനിങ്ങനെ ഇരുന്നപ്പോൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഇന്നൊരു ലോങ് വീഡിയോ എടുക്കാം. അപ്പോൾ നമ്മുടെ ടോപ്പിക് നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ വെൻ ഡിഡ് ഐ സ്റ്റാർട്ട് മൈ യൂട്യൂബ് ചാനൽ. ഭയങ്കര ഫാൻസി കഥയൊന്നുമല്ല, ബട്ട് സ്റ്റിൽ ഐ തോട്ട് ഓഫ് ഷെയറിങ് ഇറ്റ്. എന്തെന്ന് വെച്ചാൽ വെറുതെ കേൾക്കുന്നേ. ഓക്കെ, ഞാൻ വെറുതെ ഷെയർ ചെയ്യാം എന്ന് കരുതിയെന്ന് വെച്ചാൽ എന്താ പറയുക, ഭയങ്കര ഡിഫറൻസ്, കുറേ നല്ല നല്ല ഫ്രണ്ട്ഷിപ്സ് തിരിച്ചറിയാൻ പറ്റി. അങ്ങനെ കുറേ കാര്യങ്ങൾ കിട്ടിയത് കൊണ്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. ഈ വീഡിയോ എടുക്കുന്ന സമയത്തൊന്നും എനിക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് പോലും ഇല്ല. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ വലിയൊരു യൂട്യൂബർ അല്ല, ഒരു അങ്ങനെയൊന്നും അല്ല കേട്ടോ. പിന്നെ ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചാൽ എനിക്കിപ്പോൾ 600 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. എനിക്ക് ഉറപ്പുള്ളൊരു കാര്യമാണ്, ലൈക്ക് 600 സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുമ്പോൾ 600 പേരോളം ലൈക്ക് ഞാൻ ഇടുന്ന വീഡിയോസ് കാണുന്നു. ഞാൻ ഇടുന്ന വീഡിയോസ് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് അവർ സബ്സ്ക്രൈബ് ചെയ്തത്. സോ ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ടു ദം. സോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. സോ ഓക്കെ, അപ്പോൾ നമ്മുടെ ടോപ്പിക്കിൽ നിന്ന് നമ്മൾ തെന്നി മാറരുത്, നമുക്ക് സംസാരിക്കാം. ഓക്കെ, ഫസ്റ്റ് ഞാൻ എങ്ങനെയാണ് ഈ യൂട്യൂബിലേക്ക് വരുന്നത്. യൂട്യൂബ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യമേ ഞാൻ പണ്ടേ യൂട്യൂബ് ചാനലായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ലൈക്ക് എന്താ ആള് ഇങ്ങനെ വീഡിയോസ് ഒന്നും കളഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടി യൂട്യൂബിൽ ഇടും. യൂട്യൂബിൽ എന്താ പോസ്റ്റ് ചെയ്തിടും. അതാവുമ്പോൾ ഗാലറിയിൽ നിന്ന് പോയാലും യൂട്യൂബിൽ തന്നെ കിടക്കുമല്ലോ എന്നുള്ളത്. അപ്പോൾ ഞാൻ വെച്ചു ഓക്കെ, ദാറ്റ്സ് എ നൈസ് ഐഡിയ. എനിക്കാണെങ്കിൽ എൻ്റെ വീഡിയോസ് എല്ലാം ഇങ്ങനെ എൻ്റെ വീഡിയോസ് എല്ലാം ഇങ്ങനെ ഗാലറിയിൽ നിന്ന് പോകുന്നു എന്നൊരു പ്രശ്നമുള്ള ഒരു കൂട്ടത്തിലാണ്. അപ്പോൾ ഞാൻ വെച്ചു നല്ല ഐഡിയ എന്ന് വിചാരിച്ചപ്പോൾ ഞാനിങ്ങനെ കുറച്ച് അത്യാവശ്യം ഡാൻസ് ഒക്കെ കളിക്കുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ ഞാൻ കരുതി ഞാൻ കുറച്ച് ഡാൻസ് വീഡിയോ എടുത്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ വീഡിയോസൊക്കെ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിടാം. അപ്പോൾ ലൈക്ക് എൻ്റെ നിന്ന് കളഞ്ഞു പോയില്ലല്ലോ. കുറേ വർഷം കഴിഞ്ഞിട്ട് എനിക്കെടുത്ത് നോക്കുമ്പോൾ എനിക്കിങ്ങനെ പറയാം, ഞാൻ കുഞ്ഞിലേ കളിച്ച ഡാൻസാണ് എന്നൊക്കെ പറഞ്ഞ് എല്ലാവർക്കും കാണിച്ചൊക്കെ കൊടുക്കാമല്ലോ. അങ്ങനെയുള്ളൊരു ഇതിൽ ഞാൻ എന്താ ചെയ്തു, അന്ന് എന്തോ 3 വീഡിയോസ് എന്തോ എടുത്തു. ആ 3 വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്തു, യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തു. എന്നിട്ട് പിന്നെ ആ കാര്യമേ ഞാൻ മറന്നു കേട്ടോ. ലൈക്ക് ഒട്ടും എനിക്ക് അതിനെക്കുറിച്ച് ഒരു ഓർമ്മയും ഇല്ലായിരുന്നു. അങ്ങനെ ഒരു ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ വീട്ടിൽ വന്നു. ആള് വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, നീ ഭയങ്കര വലിയ യൂട്യൂബറൊക്കെ ആയല്ലോ, വീഡിയോസൊക്കെ നല്ല വ്യൂസൊക്കെ കയറിയല്ലോ. അപ്പം അതെങ്ങനെ ശരിയാവും, എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ നീ എന്തോ ഡാൻസ് വീഡിയോ എന്തോ ഇട്ടിരുന്നില്ല, അതിന് എത്രയോ വ്യൂസ് ഉണ്ടല്ലോ. അപ്പം ഞാൻ വാസ് ലൈക്ക് വ്യൂസോ, എനിക്കോ? നമ്മളെന്താണ് വീഡിയോ അതിൽ കിടന്നാലും ലൈക്ക് 2 or 3 വ്യൂസ്. എത്രയോ ആൾക്കാർ എത്രയോ നല്ല നല്ല ക്വാളിറ്റി കോണ്ടൻറ്റ് ഇടുന്നൊരു സ്ഥലമാണ് യൂട്യൂബ്. അപ്പോൾ നമ്മുടെ ഒരു വെറുതെ ഒരു അത്ര ക്വാളിറ്റി ഒന്നും ഇല്ലാത്തൊരു വീഡിയോസിന് എങ്ങനെയാണ് ഒരു 2 or 3 വ്യൂ കയറുള്ളൂ, അവിടെ അങ്ങ് കിടന്നോളും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാനിത് ഇടുന്നത്. അപ്പോൾ പെട്ടെന്ന് വിളിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ നോക്കിയപ്പോഴത്തേക്കും ആ ഫസ്റ്റ് വീഡിയോയ്ക്ക് 11K വ്യൂസ്. ഓ മൈ ഗോഡ്. അപ്പം ഞാൻ ലൈക്ക് 11K വ്യൂസാ, എനിക്കോ? അതെങ്ങനെ ശരിയാവും എന്നൊക്കെ ഉള്ളൊരിതിൽ ഞാൻ ഒട്ടും എക്സ്പെക്റ്റേ ചെയ്തിരുന്നില്ല. അപ്പം പിന്നെ ഞാനത് വിട്ടു. ആ 3 വീഡിയോസ് എന്തോ പോസ്റ്റ് ചെയ്തതിൽ ആ ഒരെണ്ണത്തിന് മാത്രമേ 11K വ്യൂസൊക്കെ ഉള്ളൂ. ബാക്കി എത്ര ഒരു 500-600 ആ ഒരു റേഞ്ചിലൊക്കെ കിടന്നുള്ളൂ. പിന്നെ ഞാൻ ആ കാര്യമേ മറന്നു. പിന്നെ ഞാനിങ്ങനെ അല്ലാണ്ട് ഡാൻസ് വീഡിയോസൊക്കെ എടുക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ അതിൽ വെറുതെ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിടാൻ തുടങ്ങി. എന്നുവെച്ചാൽ നമ്മൾ ആദ്യം എപ്പോഴും നമ്മൾ പറയുമല്ലോ, നമുക്ക് ഒരു ഗ്രോത്ത് കണ്ടു തുടങ്ങുമ്പോൾ നമുക്ക് അതിനോടൊരു പ്രത്യേക ഇഷ്ടം തോന്നി തുടങ്ങും. അതായത് നമ്മളിപ്പോൾ എക്സാംസിനൊക്കെ ഒരു തവണ നല്ല മാർക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് ടൈം തൊട്ട് നമുക്ക് വീണ്ടും നല്ല മാർക്ക് വാങ്ങിക്കാനുള്ളൊരു ത്വര വരും എന്നൊക്കെ പറയില്ലേ. അങ്ങനത്തെ ഒരു സംഭവം കാരണം ഇട്ടതാണ്. പിന്നെ അതിനുശേഷം ഇട്ടൊന്നും ഇങ്ങനെ കേന്നും അടിച്ചില്ല കേട്ടോ. ഞാൻ വളരെ ക്രൂവലായിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ
എന്നിട്ട് വീഡിയോസൊക്കെ എങ്ങനെയാണ് പോസ്റ്റ് ചെയ്യുന്നത്, ഒരു 5 month ഗ്യാപ്പിലേക്ക് ആയിരിക്കും ഒരെണ്ണം പോസ്റ്റ് ചെയ്യുന്നത് അങ്ങനെ. പക്ഷേ ഈ ഓരോ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോഴും ഞാൻ ശ്രദ്ധിച്ചിരുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ 1 or 2 ഒക്കെ ആയിരിക്കും സബ്സ്ക്രൈബേഴ്സ് കൂടുന്നുണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്കിപ്പോൾ ഭയങ്കര സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്ന്. അങ്ങനെയൊന്നുമില്ല, 1000 പോലും ആയിട്ടില്ല. ലീവ് ഇറ്റ്, അതല്ല നമ്മൾ കാര്യത്തിൽ നിന്ന് വീണ്ടും തെന്നി മാറുന്നു. അങ്ങനെ വീണ്ടും ഞാനിങ്ങനെ വെറുതെ റാൻഡമായിട്ട് എഡിറ്റ്സ് ആണെങ്കിലും ഡാൻസ് ആണെങ്കിലും അല്ലാണ്ട് സ്കിൻ കെയർ, വെറുതെ എടുക്കുന്ന സ്കിൻ കെയർസ് അങ്ങനെയൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. കുറച്ച് നാൾ കഴിഞ്ഞ് ഒരു 3 digit സബ്സ്ക്രൈബേഴ്സൊക്കെ ആയപ്പോഴാണ് എനിക്കത് തോന്നി, നല്ലതല്ലേ 3 digit സബ്സ്ക്രൈബേഴ്സൊക്കെ ആയി. ഇത്രയൊന്നും സബ്സ്ക്രൈബേഴ്സ് നമ്മൾ പ്രതീക്ഷിക്കുന്നതേ ഇല്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം ശ്രദ്ധിച്ചത്. ലൈക്ക് നമ്മൾ കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യും, നമ്മുടെ ലൈക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കൂടുതലും നമ്മുടെ ഫ്രണ്ട്സൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം, അവർ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ ആയിരിക്കും പ്രതീക്ഷിക്കുന്നത്. പക്ഷേ എനിക്ക് കിട്ടിയതും ഫുൾ സാധാരണ എല്ലാ കോണ്ടന്റ് ക്രിയേറ്റേഴ്സും കടന്നു പോകുന്ന അതേ സംഭവം, കളിയാക്കലുകൾ. ഭയങ്കര യൂട്യൂബർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും വീഡിയോ ഒക്കെ എടുക്കാൻ പുറത്തൊക്കെ പോകുമ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി ഫോൺ എടുക്കുമ്പോഴേ ഇവരൊക്കെ അങ്ങ് മാറുക. നിൻ്റെ വീഡിയോസിൽ ഇടാനിരിക്കും, വേണ്ട 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 എന്ന് പറഞ്ഞിട്ട് ലൈക്ക് അങ്ങ് മാറുക. അപ്പം ഞാൻ ഇല്ല, ഞാൻ യൂട്യൂബിലൊന്നും ഇടാനല്ല എടുക്കുന്നത്, ഞാൻ അല്ലാണ്ട് വെറുതെ മെമ്മറീസ്. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുമ്പം പോലും ഭയങ്കരമായിട്ട് ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര ഇതായിരുന്നു. ലൈക്ക് വീഡിയോസൊക്കെ എടുക്കാനാണെങ്കിലും ഒരുമാതിരി ഇങ്ങനെ അവരൊക്കെ കൂടെ ഉള്ളപ്പോൾ വീഡിയോസ് ഞാൻ അങ്ങനെ എടുക്കാറില്ല. ബിക്കോസ് ഇങ്ങനെ അവർ മാറും, ഒരുമാതിരി അങ്ങ് മാറും. പിന്നെ നീ ഭയങ്കര യൂട്യൂബർ അല്ലേ എന്ന് പറഞ്ഞിട്ട് ഒരുമാതിരി കളിയാക്കുന്ന ഒരു സംസാരവും. അപ്പം എന്നിട്ട് ഞാൻ ഭയങ്കരമായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യും എന്ന് വിചാരിച്ചിരുന്നവർ വരെ ജഡ്ജ് ചെയ്യാൻ തുടങ്ങി. വീഡിയോസൊക്കെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നത് എന്തിനാ, അത് ഇങ്ങനെ എനിക്കിഷ്ടമല്ല എന്നുള്ള രീതിയിലൊക്കെ കുറേ സംസാരിക്കും. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ അവരായിരിക്കും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് പ്രതീക്ഷിക്കുമല്ലോ. എന്നുവെച്ചാൽ വേറെ ആര് സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും ശരി, അവരായിരിക്കും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് പ്രതീക്ഷിച്ചിട്ട് അവരൊരുമാതിരി ബാഡായിട്ട് ലൈക്ക് നമ്മൾ ചെയ്യുന്നത് മോശമാണ്, നമ്മളിങ്ങനെ വീഡിയോ ഇടുന്നത് മോശമാണ് എന്നുള്ള രീതിയിൽ സംസാരിക്കുമ്പോൾ പെട്ടെന്ന് അത് ഒരുമാതിരി എനിക്കങ്ങ് ഹേർട്ടാവുന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അങ്ങനെ മൈൻഡ് ചെയ്യാതിരുന്നത്. ബിക്കോസ് ഞാൻ വലിയ പോസ്റ്റൊന്നും ചെയ്യാറില്ല, വലിയ യൂട്യൂബിൽ അത്രയും എഫേർട്സ് എടുത്ത് വീഡിയോ ഒന്നും എടുക്കാറൊന്നുമില്ല. അങ്ങനെയൊക്കെ ആയി തുടങ്ങി. പിന്നെ ഇവരൊക്കെ അങ്ങ് കുറച്ച് ഒതുങ്ങാൻ തുടങ്ങി. കുറച്ച് വ്യൂസൊക്കെ കിട്ടി തുടങ്ങാറായപ്പോൾ ഞങ്ങളെയും കൂടെ ഈ വീഡിയോസിലൊക്കെ കയറ്റുക, ഞങ്ങളെയും കൂടെ വീഡിയോയിലേക്ക് വരട്ടെ എന്നൊക്കെ ഉള്ള രീതി ആവാൻ തുടങ്ങി. ശരി വന്നോ, എനിക്കിപ്പം വലിയ സബ്സ്ക്രൈബേഴ്സൊന്നും ഇല്ലെങ്കിലും 600 സബ്സ്ക്രൈബേഴ്സ് വരെ ആയി എനിക്ക്. അതായത് ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാണ്ട് ഇട്ടൊരു വീഡിയോയിൽ നിന്ന് ഇത്രയായി. പക്ഷേ എനിക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല, ഞാൻ വീഡിയോ ഇടാൻ തുടങ്ങിയപ്പോൾ തൊട്ട് 2 പേര്, ഞാൻ 2 പേരെയാണ് കൂടുതലും പറയുന്നത്. പക്ഷേ ബാക്കി ഫ്രണ്ട്സൊന്നും എന്നെ സപ്പോർട്ട് ചെയ്തില്ല എന്ന് ഞാൻ പറയുന്നില്ല, ഒരിക്കലും ഞാൻ പറയില്ല. എന്നെ സപ്പോർട്ട് ചെയ്ത കുറച്ച് ബഞ്ച് ഓഫ് ഫ്രണ്ട്സ് ഉണ്ട്, സപ്പോർട്ട് ചെയ്യാതെ കളിയാക്കിയ കുറച്ച് ബഞ്ച് ഓഫ് പീപ്പിളും ഉണ്ട്. ഈ സപ്പോർട്ട് ചെയ്തവരിൽ ഏറ്റവും മെയിൻ 2 പേരെന്ന് പറയുമ്പോൾ അവർ എഫേർട്ട് ഇട്ട് ഇങ്ങോട്ട് വന്ന് നമ്മളെടുത്ത് വന്നിട്ട് ഈ കോണ്ടന്റ് ഇട്, നല്ലതായിരിക്കും, ഇങ്ങനെ ചെയ്യ് അങ്ങനെ ചെയ്യ്, ഈ നമ്മൾ വീഡിയോസ് എടുത്തിട്ട് നമുക്ക് ഇങ്ങോട്ട് അയച്ചിട്ട് നല്ലതായിരുന്നു, ഇങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ അവർ ലൈക്ക് റാൻഡമായിട്ട് വന്ന് പറയുന്നതായിരിക്കാം. പക്ഷേ ഈ ഓപ്പോസിറ്റ് ഇരിക്കുന്ന എനിക്കതൊക്കെ ഭയങ്കര ലൈക്ക് ഒരു മോട്ടിവേഷനും ഒരു ഭയങ്കര ഞാൻ ഹാപ്പി ആയിരുന്നു. ലൈക്ക് അവരെങ്കിലും ആ വീഡിയോസ് കാണുന്നുണ്ട് എന്നുള്ളൊരു മൈൻഡ് പോയി. ആൻഡ് എൻ്റെ വീഡിയോസിലെല്ലാത്തിലും വന്ന് കമൻറ്റ് ചെയ്യും. അങ്ങനെ കുറച്ച് ഫ്രണ്ട്സ്, ഐ എം സോ ബ്ലെസ്ഡ് ടു ഹാവ് ദം ഇൻ മൈ ലൈഫ്. അപ്പോൾ എനിക്ക് അവരൊക്കെ ഭയങ്കര ഇതായിരുന്നു. പക്ഷേ ഈ ഒരു ലൈക്ക് കോണ്ടൻറ്റ് ക്രിയേഷൻ ജേർണിയിൽ ഞാൻ ലൂസ് ചെയ്ത കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. അവരെ ലൂസ് ചെയ്തതിൽ എനിക്ക് വിഷമമൊന്നുമില്ല. ബിക്കോസ് വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യുക എന്നുള്ളത് എനിക്ക് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ടായിരിക്കാം അവർ എന്നെ ജഡ്ജ് ചെയ്തതും എനിക്കെതിരെ ഇങ്ങനെ സംസാരിച്ചതും. പക്ഷേ എൻ്റെ ലൈഫിൽ അങ്ങനെ സംസാരിക്കുന്ന ഒരാളെ ഞാൻ ഫ്രണ്ടായിട്ട് പോലും കീപ്പ് ചെയ്യാൻ ആഗ്രഹിക്കാത്തത് കൊണ്ട് തന്നെ കട്ട് ഓഫ് ചെയ്തു.
സോ അങ്ങനെ നമുക്ക് റിയൽ ഫ്രണ്ട്സിനെയും അല്ലാത്തവരെയും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തു. അങ്ങനെ എന്താ പറയുക, അങ്ങനെ ഇപ്പോൾ 680 സബ്സ്ക്രൈബേഴ്സായി. 1000 പോലും ആയിട്ടില്ല. 680 സബ്സ്ക്രൈബേഴ്സ് ഉള്ള എനിക്ക് ഇങ്ങനത്തെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻസ് ഒന്നും ഇല്ലയെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ 680 സബ്സ്ക്രൈബേഴ്സിൽ ഐ എം വെരി ഷുവർ ഈ 680ൽ ഒരു 80 സബ്സ്ക്രൈബേഴ്സ് പോലും എനിക്ക് പരിചയമുള്ളവരോ എൻ്റെ ഫ്രണ്ട്സോ അല്ല. ബാക്കി എല്ലാവരും ലൈക്ക് മെജോറിറ്റി ബിഗ് പാർട്ടും എനിക്ക് അറിഞ്ഞുകൂടാത്ത സ്ട്രേഞ്ചേഴ്സാണ്. ആ സ്ട്രേഞ്ചേഴ്സൊക്കെ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് അവർക്ക് ലൈക്ക് എക്സൈറ്റിങ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് കൊണ്ടാണ് അവർ സബ്സ്ക്രൈബ് ചെയ്തത്. സോ ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ടു ദം. അപ്പോൾ എന്താ പറയുക, താങ്ക് യു സോ മച്ച്. ഞാനിനി എത്ര സബ്സ്ക്രൈബേഴ്സ് ആയാലും ശരി, എൻ്റെ ഈ സ്റ്റാർട്ടിങ് ഫേസിലുണ്ടായിരുന്ന ഈ സബ്സ്ക്രൈബേഴ്സൊക്കെ എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ടവരാണ്. എത്രയൊക്കെ പറഞ്ഞാലും എന്താ, നമ്മുടെ ഈ സ്റ്റാർട്ടിങ് ഫേസിലുണ്ടായിരുന്ന ഒരു സബ്സ്ക്രൈബേഴ്സിൻ്റെയൊക്കെ ഒരു സ്നേഹം കൊണ്ടാണല്ലോ നമ്മളിങ്ങനെ വളർന്ന് വരുന്നത്. സോ എന്താ പറയുക, ഞാനിപ്പോൾ എല്ലാ ടൈപ്പ് ഓഫ് വീഡിയോസും പോസ്റ്റ് ചെയ്യാറുണ്ട്. പക്ഷേ ഇനി തൊട്ട് കുറച്ച് സ്പെസിഫിക് ആയിട്ടുള്ള വീഡിയോസൊക്കെയാണ് പോസ്റ്റ് ചെയ്യാൻ ഞാൻ ട്രൈ ചെയ്യുന്നത്. സോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, എന്താ പറയുക, ഞാൻ എൻ്റെ ഈ ഒരു സ്റ്റോറി വളരെ ചുരുക്കി പറയാൻ ശ്രമിച്ചു. ഇതിൻ്റെ ഇടയിൽ കുറേ കാര്യങ്ങൾ നടന്നു. ഇപ്പോൾ ഫാമിലി റിലേറ്റഡ് ആണെങ്കിലും അല്ലാണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയ ഉള്ള റിലേറ്റഡ് ആണെങ്കിലും കുറേ കാര്യങ്ങൾ നടന്നു. ഹാർഡ്ഷിപ്സ് ഉണ്ടായിരുന്നു, ഹാപ്പി മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നു. എല്ലാത്തിലും എനിക്ക് എൻ്റെ കൂടെ സ്ട്രോങ് ആയിട്ട് നിന്ന് കുറച്ച് ഫ്രണ്ട്ഷിപ്സ് പ്ലസ് എൻ്റെ ഫാമിലി മെമ്പേഴ്സ് പറയാണ്ടിരിക്കാൻ പറ്റില്ല. എന്ന് പറയുമ്പോൾ എല്ലാ റിലേറ്റീവ്സ് ആണെന്ന് ഞാൻ പറയില്ല. റിലേറ്റീവ്സിൽ എൻ്റെ ഫാമിലി മെമ്പേഴ്സ്, അമ്മയും അച്ഛനും ചേട്ടനും മാത്രമേ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. ബാക്കി ഫാമിലി മെമ്പേഴ്സ് ഒന്നും സപ്പോർട്ട് ചെയ്തിട്ടില്ല. കുറേ പേർക്കൊന്നും അറിയത്തില്ല, അത് വലിയ ഫസ്റ്റ് കാര്യം. പിന്നെ ഉള്ളതെന്ന് പറയുമ്പോൾ കുറേ പേര് ഇങ്ങനെ ജഡ്ജിങ് മെൻറ്റാലിറ്റി ഉള്ളവരുണ്ടായിരുന്നു. അവരൊന്നും നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല, അത് വേറെ കാര്യം. സോ എന്താ, അങ്ങനെ ഒരു യൂട്യൂബ് ജേണി എന്നൊന്നും പറയാറായില്ലല്ലേ, നമ്മൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. തുടങ്ങിയിട്ടേ ഉള്ളൂ എങ്കിലും എനിക്ക് തോന്നുന്നു ഏകദേശം 1 year ആയിട്ടുണ്ട് ഞാൻ ഈ യൂട്യൂബിൽ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്. പക്ഷേ 1 yearൽ ഞാൻ ഒട്ടും കൺസിസ്റ്റൻ്റ് ആയിരുന്നില്ല. ഞാൻ ഒട്ടും വീഡിയോസ് അങ്ങനെ, ഞാൻ പറഞ്ഞില്ലേ കുറേ, ഇപ്പോൾ ഒരു മാസത്തിൽ തന്നെ 2 വീഡിയോസൊക്കെ ഇട്ടാലായി, അങ്ങനെയായിരുന്നു. ഇപ്പോൾ ഈ ഇടയ്ക്കാണ് ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യാനൊക്കെ തുടങ്ങിയത്. സോ ഇനിയും കൺസിസ്റ്റൻ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യും. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. സോ ഐ ലവ് യു ഓൾ സോ മച്ച്.